സുഹറ കണക്കിൽ മിടുക്കിയായിരുന്നു. വാദ്യാർ അവളെ പുകഴ്ത്തുകയും മജീദിനെ അടിക്കുകയുമായിരുന്നു പതിവ്. കണക്കുകളെ സംബന്ധിച്ചിടത്തോളം മജീദിന് ആകപ്പാടെ ഒരങ്കലാപ്പാണ്. എത്ര ശ്രമിച്ചാലും ഒന്നും ശരിയാവുകയില്ല. മണ്ട ശിരോമണി എന്നാണ് മജീദിനെ വാദ്യാർ വിളിക്കുക. ഹാജർ വിളിക്കുന്നതും അങ്ങനെയാണ്. അതിലാർക്കും ഒരു പരാതിയുമില്ല. മജീദ് മണ്ടനാണ്. അതുകൊണ്ട് അവൻ കുട്ടിയുടെ ഇടയ്ക്കിരുന്ന് ഉച്ചത്തിൽ വിളി കേൾക്കും. ഹാജർ, ഒന്നും എത്രയാടാ? ഗുരുനാഥൻ ഒരിക്കൽ മജീദിനോട് ചോദിച്ചു. ഒന്നും രണ്ടാണെന്നുള്ളത് ലോകപ്രസിദ്ധമാണല്ലോ. പക്ഷേ അതിന് മജീദ് പറഞ്ഞ അത്ഭുതകരമായ സമാധാനം കേട്ട് ഗുരുനാഥൻ പൊട്ടിച്ചിരിച്ചുപോയി. ക്ലാസ് ആകെ ചിരിച്ചു. മജീദ് പറഞ്ഞ സമാധാനം പിന്നീട് അവൻ്റെ പരിഹാസ പേരുമായി തീർന്നു. ആ ഉത്തരം പറയുന്നതിന് മുമ്പ് മജീദ് ആലോചിച്ചു. രണ്ട് നദികൾ സമ്മേളിച്ച് കുറച്ചുകൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ രണ്ട് ഒന്നുകൾ ഒരുമിച്ച് ചേരുമ്പോൾ കുറച്ചുകൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്നായിത്തീരുന്നു. അങ്ങനെ കണക്കുകൂട്ടി സാഭിമാനം മജീദ് പ്രസ്താവിച്ചു. ഇമ്മിണി വലിയ ഒന്ന്. അങ്ങനെ കണക്ക് ശാസ്ത്രത്തിൽ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചതിന് മജീദിനെ അന്ന് ബെഞ്ചിൽ കയറ്റി നിർത്തി. ഉമ്മണി വലിയ ഒന്ന്. എല്ലാവരും അവനെ നോക്കി ചിരിച്ചു. എന്നിട്ടും മജീദ് സമ്മതിച്ചില്ല. ഒന്നും രണ്ടാണെന്ന്. ആയതിനാൽ അത്ഭുതകരമായ ആ ഉത്തരത്തിൻ്റെ പ്രതിഫലമെന്നോണം 6 ചുട്ട അടി മജീദിൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി സാമാന്യം ഭേദപ്പെട്ട ഒരു വലിയ അടിയായി വിചാരിച്ചു കൊള്ളാൻ അധ്യാപകൻ മജീദിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം സഹപാഠികൾ അവനെ കാണുമ്പോൾ തമ്മിൽ പറയും, ഉമ്മിണി വലിയ ഒന്ന്. ആ പരിഹാസവും അതിന് കാരണമായ സംഗതിയും മജീദിനെ വളരെ വേദനപ്പെടുത്തി. അവൻ പറഞ്ഞത് പരമസത്യമാണ്. പക്ഷേ ആരും അത് വിശ്വസിക്കാത്തതെന്ത്? ഒരുപക്ഷെ തെറ്റായിരിക്കാം. മജീദ് തനി മണ്ടനായിരിക്കാം. സഹിക്കവയ്യാതെ സങ്കടത്തോടെ മജീദ് ചെന്ന് ഉമ്മയോട് ആവലാതി പറഞ്ഞു. മാതാവ് കനിവോട് ഉപദേശിച്ചു, സങ്കടമെല്ലാം പടച്ചവനെ അറിയിക്കുവാൻ. റബ്ബുൽ ആലമീൻ ഒരുത്തരുടെയും അപേക്ഷ തള്ളിക്കളകേല മോനെ. അതിനനുസരിച്ച് ആ പിഞ്ചു ഹൃദയം പ്രപഞ്ച സ്രഷ്ടാവായ ജഗന്യന്താവിനോട് ഹൃദയപൂർവ്വം അപേക്ഷിച്ചു. എൻ്റെ റബ്ബേ, എൻ്റെ കണക്കുകളെല്ലാം ശരിയാക്കി തരണേ. അതായിരുന്നു മജീദിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന. രാവും പകലും മജീദ് പ്രാർത്ഥിക്കും. എന്നിട്ടും കണക്കുകളെല്ലാം തെറ്റുകയാണ് ചെയ്തത്. മജീദ് വളരെ അടിയും കൊണ്ടു കൈവെള്ള എപ്പോഴും വിങ്ങും. അവന് സഹിക്കാൻ കഴിയുന്നില്ല. സംഗതികളൊക്കെ മജീദ് സുഹറായോട് പറഞ്ഞു. അത് വളരെ പിണക്കങ്ങൾക്ക് ശേഷമാണ്. ഉമ്മണി വലിയ ഒന്ന് ആയതിനു ശേഷം മജീദ് ആരോടും മിണ്ടുകയില്ലായിരുന്നു. അടുത്ത ബെഞ്ചിലിരുന്ന് സുഹറ നോക്കും. മജീദ് മുഖം തിരിച്ചു കളയും. ഒടുവിൽ മജീദ് മിണ്ടി. സുഹറ ചിരിച്ചു. അവൾ സ്ഥലം മാറിയിരുന്നു. മജീദിൻ്റെ തൊട്ടടുത്ത് ബെഞ്ചിൻ്റെ അറ്റത്തായി അവളുടെ ഇരിപ്പ്. അതോടെ മജീദ് അടി കൊള്ളാതായി. അത്ഭുതകരമായി അവൻ്റെ കണക്കുകൾ ഒക്കെ ശരി. അമ്പടാ! അധ്യാപകൻ അത്ഭുതപ്പെട്ടു. ഞാൻ വിചാരിച്ചതുപോലെ നിന്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ കളിമണ്ണല്ല. അങ്ങനെ ഗുരുനാഥൻ്റെ സ്തുതിവചനങ്ങൾ മജീദിൻ്റെ പരിഹാസപ്പേരിനെ മാച്ചു കളഞ്ഞു. കുട്ടികൾ അസൂയയോടെ പറയും, മജീദാണ് ക്ലാസ്സിലെ ഒന്നാമൻ. അത് കേൾക്കുമ്പോൾ സുഹറ പുഞ്ചിരി തൂകും. അതിൻ്റെ പൊരുൾ മറ്റാർക്കും മനസ്സിലായിരുന്നില്ല. മജീദിൻ്റെ കണക്കുകൾ ശരിയാകുന്നതിൻ്റെ രഹസ്യം സുഹറായുടെ മന്ദഹാസത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. കണക്കുകൾ ചെയ്യാൻ കുട്ടികളൊക്കെ എണീറ്റ് മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ മജീദിൻ്റെ ഇടത്തെ കണ്ണ് സുഹറായുടെ സ്ലേറ്റിലായിരിക്കും. അവളുടേത് മജീദും പകർത്തും. കണക്ക് ചെയ്ത് തീർന്നാലും അവൾ ഇരിക്കുകയില്ല. ആദ്യം മജീദ് ഇരിക്കണം. പള്ളിക്കൂടത്തിൽ നിന്ന് അവർ ഒരുമിച്ച് വീടുകളിലേക്ക് വരുന്ന സമയത്ത് മറ്റാരും കേൾക്കാതെ മജീദിനെ സുഹറ കളിയാക്കും. പലതും ഓർത്ത് സുഹറ മന്ദഹസിക്കും. എന്നിട്ട് മന്ത്രിക്കും, ഉമ്മണി വലിയ ഒന്ന്. അപ്പോൾ മജീദിൻ്റെ ദേഷ്യം മുഴുവൻ ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവൻ പറയും, രാജകുമാരി. അത് കേട്ട് വെള്ളിമണിയുടെ മന്ത്രധ്വനി പോലെ ശോകമധുരമാം വണ്ണം ചിരിച്ചുകൊണ്ട് അവൾ വിരലുകളിലേക്ക് നോക്കും. ആ നഖങ്ങളൊക്കെ ഭംഗിയായി മുറിച്ചതാണ്. വെടുപ്പിനും വൃത്തിക്കും സ്കൂളിലെ ഉത്തമ മാതൃകയാണ് അവൾ. മജീദിൻ്റെ വസ്ത്രങ്ങളിൽ എന്നും മഷിയും കറയും പുരണ്ടിരിക്കും. അവൻ നാട്ടിലുള്ള മാവുകളിലൊക്കെ വലിഞ്ഞു കയറും. അവയുടെ ഉച്ചിയിലെ ചില്ലിക്കൊമ്പുകളിൽ പിടിച്ച് ഇലപ്പടർപ്പുകളുടെ മീതെ കൂടി അനന്തമായ ലോകവിശാലതയിൽ നോക്കുക അവന് ഒരു രസമാണ്. ചക്രവാളത്തിൻ്റെ അപ്പുറത്തുള്ള ലോകങ്ങൾ കാണുവാൻ അവന് കൊതിയാണ്. ഭാവനയിൽ മുഴുകി അവൻ വൃക്ഷത്തിൻ്റെ ഉച്ചിയിൽ നിൽക്കുമ്പോൾ അടിയിൽ നിന്നും സുഹറ വിളിച്ചു പറയും, മക്കം കാണാവോ ചെർക്ക?